നമസ്കാരം, ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റും പ്രസൻറ്റും നിങ്ങൾക്ക് റെസനേറ്റ് ആകുമെങ്കിൽ ഫ്യൂച്ചറും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് വിശ്വസിക്കുക. ഓക്കെ, ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി എൻ്റെ കാർഡ്സിന് നൽകുക. പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. സ്ഥിരമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ കമൻറ്റ്, ലൈക്ക് തന്ന് നിങ്ങളുടെ എനർജി കാർഡ്സിന് നൽകുക. ഓക്കെ, പ്ലീസ് കെഡിമി മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഓക്കെ, പാസ്റ്റ് എനർജി നമുക്ക് നോക്കാം. 5 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജിയാണ്. നഷ്ടങ്ങളിലൂടെയാണ് നിങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾ ജീവിച്ച് വന്നതായി കാണുന്നു. ഓക്കെ, സാമ്പത്തികപരമായിരിക്കാം, ശാരീരികപരമായിരിക്കാം, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും അകന്നു പോയതായിരിക്കാം. ഒരു നഷ്ടത്തിൻ്റെ എനർജിയിലൂടെ ഒറ്റപ്പെട്ട് ആരും സഹായമില്ലാതെ നിങ്ങൾ വളരെ കഠിനമായിട്ടുള്ള പാതകളിലൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് ഇവിടെ കാർഡ് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വന്ന ശക്തമായിട്ടുള്ള അഭിചാര കർമ്മമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് വ്യക്തികളുടെ ഇതായിരിക്കാം. ഇതുപോലെയുള്ള എനർജികൾ നിങ്ങളെ ബാധിച്ചതായി കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 5 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, ഇവിടുത്തെ ചാരിയറ്റിൻ്റെ കാർഡാണ്. അതിനെ അതിജീവിച്ചതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് നിങ്ങൾ മുന്നോട്ട് പോയതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ അത് അനുഭവിച്ച് സക്സസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്നു. വളരെ സ്ട്രെങ്ത് ആയിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ മുഖംമൂടി ധരിച്ചിരുന്ന പല വ്യക്തികളെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതിൽ നിന്നെല്ലാം നിങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്ന അവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഒരു മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. പാസ്റ്റിൽ നടന്ന എല്ലാ സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾ പാഠങ്ങൾ ഉൾക്കൊണ്ടതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ മെൻ്റലി ഒരു സ്ട്രെങ്ത് വന്നിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, തകർന്നിരുന്നതായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ഉണ്ടായിരുന്നു. മനസ്സുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എത്ര ശ്രമിച്ചിട്ടും ഓരോ പ്രശ്നങ്ങൾ ഒന്നു മാറി നിങ്ങളെ തളർത്തിക്കൊണ്ടിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസിൻ്റെ പാസ്റ്റ് എനർജി എന്തായിരുന്നു? പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. പാസ്റ്റ് എനർജി എന്തായിരുന്നു? ഓക്കെ, നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങൾ ആഗ്രഹിച്ചതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങളിലേക്ക് ഓഫർ കടന്നു വരുന്നതിന് ഒരു ഡിലേ സംഭവിച്ചതായി കാണിക്കുന്നുണ്ട്. ഓക്കെ, സമയം നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് ലഭിക്കാതെ അതിനെ ഒരുപാട് താമസം എടുത്തതായി കാണുന്നു. അതൊരു പക്ഷേ സാമ്പത്തിക കാര്യമായിരിക്കാം, ജോലിയായിരിക്കാം, വിസ ആയിരിക്കാം, ചില വ്യക്തികളിൽ നിന്നുള്ള കോളോ മെസ്സേജ് ആയിരിക്കാം. ഇവിടെ ഡിലേ ആയി പോയതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നതായിട്ടുള്ള സിറ്റുവേഷൻ. പ്രസൻറ്റ് എനർജി നോക്കാം. ഇപ്പോൾ നിങ്ങൾ കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ നിങ്ങൾ ഭയങ്കര ഇമോഷണലി ബാലൻസ് അല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, നിങ്ങൾ തകർന്നു പോയി. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യുവാനും നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുവാനും ഒക്കെ ഒരു പക്വത വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു എനർജി നിലവിൽ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. ഓരോ കാര്യത്തിനും ക്ലാരിറ്റിയാണ് നിങ്ങൾ തിരയുന്നത്. വളരെ കൃത്യതയോടുകൂടി ഓരോ കാര്യങ്ങൾ ചെയ്യുവാനും ജീവിതത്തിൽ സക്സസ്സിന് വേണ്ടി, സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടി നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യുവാനും ഒക്കെ നിങ്ങൾ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറിയിരിക്കുന്നു. ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സമ്പാദ്യം ആവശ്യമാണെന്നും പണം ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നിക്ഷേപമാണെന്നും ജീവിതത്തിൽ എന്ത് കാര്യത്തെയും ആകർഷിക്കണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനത്തിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കണമെന്നും ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഫ്യൂച്ചർ എന്തായി തീരും? കിങ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വാക്കിനും പ്രവൃത്തികൾക്കും എല്ലാം വാല്യൂ തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. നിലപാട് ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി. ജീവിതത്തിൽ വലിയൊരു മാറ്റത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടപ്പിലാക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പല രഹസ്യങ്ങളും നിങ്ങൾക്ക് സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇത്രയും നാൾ നിങ്ങളുടെ മനസ്സിൽ ഒന്നും തന്നെ സൂക്ഷിക്കാൻ സാധിക്കാതെ എല്ലാവരോടും പറഞ്ഞ് ജീവിതത്തിൽ പരാജയങ്ങളും നഷ്ടങ്ങളും മാത്രം നേടിയിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യമാണ് ഞാൻ തുറന്നു പറയേണ്ടത്, എന്ത് കാര്യമാണ് പറഞ്ഞുകൂടാത്തത്, എവിടെ നോ പറയണം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കൃത്യമായി ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലും ചിന്തകളിലും സംഭവിക്കാൻ പോകുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ഏത് പ്രതികൂല സാഹചര്യത്തെയും ധൈര്യപൂർവ്വം നേരിടാൻ തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല, പ്രപഞ്ചത്തിൻ്റെ ഒരു സ്നേഹവും കരുതലും സപ്പോർട്ടും നിങ്ങളോടൊപ്പം ഉള്ളതായി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വരും സമയങ്ങളിലെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒരു ആനുകൂല്യം നിങ്ങളുടെ ഇമോഷനെ എല്ലാം പ്രപഞ്ചത്തിന് നിയന്ത്രിക്കുവാൻ തക്കവണ്ണം നിങ്ങളിലേക്ക് ഒരു പരിശുദ്ധ ആത്മാവിനെ നൽകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ്. ഫ്യൂച്ചറിൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? ഓക്കെ, നഷ്ടപ്പെട്ടത് എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് മിസ്സിങ് ആയിരിക്കുന്ന ചില കാര്യങ്ങൾ അതെന്ത് തന്നെ ആണെങ്കിലും അതിനെ നേടിയെടുക്കുവാനുള്ള എനർജി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായി കാണുന്നു. നിലവിലെ ആ ഗ്രഹണത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. അത് നിങ്ങളുടെ ഒരു ടൈമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 8 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ,
ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ട്. പക്ഷേ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വേദനിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ നടക്കുകയാണ്. അതിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഗ്രോത്ത് തരുന്നുണ്ട്. ഒരു പുതിയ വിത്ത് പാകുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജി ക്ലാരിഫൈ ചെയ്യാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. 7 ഓഫ് വാണ്ടിൻ്റെ എനർജി കുടുംബജീവിതത്തിൻ്റെ ഒരു സക്സസ്സിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്ത് വിജയം നേടിയെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. സാമ്പത്തിക ഗ്രോത്ത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അംഗീകാരം, വാല്യൂ, ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് ഭൂസ്വത്തുക്കളാണെങ്കിലും ശരി തന്നെ, ചില വ്യക്തികളിൽ നിന്നുള്ള നിങ്ങളുടെ വാല്യൂ ആണെങ്കിലും എല്ലാം നിങ്ങളിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഫ്യൂച്ചറിൽ പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ എന്ന് നോക്കാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. നിങ്ങളൊരു കാര്യം മനസ്സിൽ വിചാരിക്കുക. പ്രപഞ്ചശക്തി എന്താണ് പറയുന്നത്? നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? ഓക്കെ, ഇതിലൊരു കാർഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. പ്രപഞ്ചശക്തി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിപ്പിച്ച് തരുമോ? ഓക്കെ, അതിന് എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് ഒരു കാർഡ് സെലക്ട് ചെയ്യുക. മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകും. ധൈര്യപൂർവ്വം ഇരിക്കുക എന്നാണ് പ്രപഞ്ചം പറയുന്നത്. തകർന്നു പോയി ഇനി നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന എന്തവസ്ഥയാണോ, ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല, അതൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, അത് ജോലിയാകാം, ചില ബന്ധങ്ങളായിരിക്കാം, സാമ്പത്തിക സിറ്റുവേഷൻ ആകാം, അത് തിരിച്ച് നിങ്ങളെ വീണ്ടും പരിഗണിക്കുന്നു എന്നുള്ള ഒരു എനർജിയാണ് പ്രപഞ്ചം ഇവിടെ നൽകുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടി പ്രപഞ്ചം ഒരു അവസരം കൂടി നൽകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ കാർഡ് സെലക്ട് ചെയ്തവർക്ക് 110% നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടക്കുക തന്നെ ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിതൊരു ഭാരമാണ്. ഓക്കെ, ആ ഭാരങ്ങൾ ഒരുപാട് നാളുകൊണ്ട് നിങ്ങളത് വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. മാനസികമായ സമ്മർദ്ദത്തിലാണ്. ഓക്കെ, ഇനി നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് തളർന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇവിടെ 10 നമ്പറാണ് വന്നിരിക്കുന്നത്. 10 നമ്പർ എന്ന് പറയുമ്പം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ ഭാരം ഇറക്കി വെക്കുന്നു എന്നുള്ളതാണ്. ഇനി നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്സിന് വേണ്ടിയിട്ട് തയ്യാറാണോ എന്നാണ് പ്രപഞ്ചം ചോദിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഭാരങ്ങൾ ചുമന്ന് വരുന്ന ഒരു വ്യക്തിക്ക് മാനസികമായും ശാരീരികമായും തളർന്നു പോകും. പിന്നീട് ഒന്നിലും വിശ്വാസം ഉണ്ടാകത്തില്ല. ഓക്കെ, പ്രപഞ്ചം ചോദിക്കുന്നു, ഈ ഒരു പരീക്ഷണത്തിന് ശേഷം നീ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യത്തിലൂടെയാണ് പ്രപഞ്ചം നിങ്ങളെ ഒരു പുതിയ തിരഞ്ഞെടുപ്പിനായിട്ട് വിളിക്കുന്നത്. ഓക്കെ, യൂണിവേഴ്സിന്റെ ശക്തമേറിയ എന്താണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള എനർജി? ഈ ഒരു റീഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്ത് എനർജിയാണ് നിങ്ങൾക്ക് പ്രപഞ്ചശക്തി നൽകുന്നത്? ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ എനർജി നിങ്ങളിലേക്ക് പാസ്സാകുന്നതാണ്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ആകണമെന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളിലേക്ക് കടന്നു വരും. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള ആ എനർജി എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയാണ് എൻ്റെ വ്യൂസിലേക്ക് പ്രവേശിക്കുന്നത്? ഒരു ഹീലിംഗ്, ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ്, ഒരു റീബർത്തിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ഓക്കെ, പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കർമ്മ പൂർത്തിയായിരിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ ചെയ്ത നല്ലതോ മോശമോ ആയിട്ടുള്ള എന്ത് തന്നെയാണെങ്കിലും അതിവിടെ അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം, ജീവിതത്തിൽ ഒരു ഘട്ടം അവസാനിച്ചുകൊണ്ട് ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ തയ്യാറാകുകയാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തികളെല്ലാം ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ടുള്ള ഒരു ഘട്ടം അവർക്ക് അവസാനിച്ചു, മറ്റൊരു ഘട്ടത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുന്നു, കാഹള ശബ്ദം കേൾക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കല്ലറയ്ക്കുള്ളിൽ കിടക്കേണ്ട വ്യക്തിയല്ല. സാഹചര്യങ്ങളാണ് ഇവിടെ നമുക്ക് കല്ലറയായിട്ട് വരുന്നത്. കടഭാരം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അങ്ങനെയുള്ള പല കല്ലറയ്ക്കുള്ളിലും പല വ്യക്തികളും അടക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ പ്രപഞ്ചം നമുക്കിപ്പോൾ കാഹളം ഊതിയിരിക്കുകയാണ്. നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയമാണ്. നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും, നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, ശാരീരിക രോഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എനർജിയാണ് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ ഇന്നർ വോയിസിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. പ്രപഞ്ചം തന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ഗിഫ്റ്റായിട്ട് എടുക്കുക. താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എൻ്റെ ജീവിതത്തിലേക്ക് അനേകം അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ തയ്യാറായിരിക്കുന്നു ഞാൻ, എന്നിലേക്ക് അത് സുഗമമായി കടന്നെത്തുന്നു എന്ന് നമ്മൾ സ്വയം പറയുക. അത് കണ്ണാടിയിൽ നോക്കി പറയുക. നീ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകുന്നു, നിന്നിലേക്ക് സാമ്പത്തികം ഒഴുകിയെത്തും, നീ ഒരു പോസിറ്റീവ് എനർജിയാണ്, യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട
യൂണിവേഴ്സിൻ്റെ പ്രിയപ്പെട്ട വ്യക്തിയാണ് നീ എന്ന് സ്വയം നിങ്ങൾ കണ്ണാടിയിൽ നോക്കി പറയുക. തീർച്ചയായിട്ടും അത്ഭുതം ചെയ്യും. നിങ്ങളുടെ വാക്ക് എന്താണോ അതാണ് നിങ്ങളിലേക്ക് തിരിച്ച് പ്രതിഫലിക്കുന്നത്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വാക്കാണ് പറയുന്നതെങ്കിൽ അതായിരിക്കും പ്രതിഫലിക്കുന്നത്. വാക്കുകളെ സൂക്ഷിക്കുക. നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ടാരോ കാർഡ് പഠിക്കണമെങ്കിൽ പുതിയ ബാച്ചുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.